എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴമാറ്റമാണ്. 2026 ജൂൺ 2 സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം എല്ലാ നക്ഷത്രക്കാരെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം 7 രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 7 രാശിക്കാർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലേക്കുള്ള, പ്രത്യേകിച്ച് ഉച്ചരാശിയാണ് കർക്കിടകത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആദ്യ രാശി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4ലേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് ഏഴരാണ്ട് ശനിയുടെ ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിക്കുന്നു. 3ൽ വ്യാഴം നിൽക്കുന്നു. കേസ്, വഴക്ക്, തൊഴിൽപരമായിട്ടുള്ള അനിശ്ചിതാവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള വലിയ ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് 4ലേക്ക്, പ്രത്യേകിച്ച് 4ൽ കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹചാരം വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതായിരിക്കും. ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനിശ്ചിതാവസ്ഥ മാറി സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം വന്നു ചേരുന്നതായിരിക്കും. വീട്, വാഹനം ഇത്യാദി കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും. അതായത് ഗൃഹ നിർമ്മാണമൊക്കെ ആരംഭിച്ചിട്ട് തടസ്സപ്പെട്ട് കിടന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും. വാഹനം പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ വാഹനത്തിന് അറ്റകുറ്റപ്പണി നടത്താനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതെല്ലാം സാധിച്ചു കിട്ടുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരും. കൂടാതെ മാതൃഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ബിസിനസ് പുനരാവിഷ്കരിക്കാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക രീതിയിലുള്ള സഹായങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയം തന്നെയാണ്. മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ വ്യാഴമാറ്റം മൂലം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ വരുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് കണ്ടക ശനിക്കാലം, 10ൽ ശനി സഞ്ചരിക്കുകയും ജന്മവ്യാഴത്തിൻ്റെയും ഒക്കെ കാലമാണ്. തൊഴിൽപരമായിട്ടുള്ള ധാരാളം പ്രതിസന്ധികൾ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥ, സാമ്പത്തികമായ പരാധീനതകൾ, ബന്ധുജന വിരോധങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് പോരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് 2ലേക്കാണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരം സംഭവിക്കുന്നത്. 2ൽ ഉച്ചരാശിയായ കർക്കിടകത്തിൽ. 2 പറഞ്ഞാൽ ധനസ്ഥാനമാണ്, വാക്കിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികളെല്ലാം മാറി സമാധാനവും സന്തോഷവും സമ്പത്തും വന്നു ചേരുന്ന ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നത്. ബന്ധുജന വിരോധങ്ങളുണ്ടായിരുന്നു, മനക്ലേശങ്ങളുണ്ടായിരുന്നു, സന്താനങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നു. അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനവും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും, സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനും അല്ലെങ്കിൽ ജോലി ലഭിക്കാനും അവരുടെ വിവാഹം നടക്കാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് ഏത് കർമ്മമേഖലയിലാണെങ്കിലും ധാരാളം പ്രയാസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറി. തൊഴിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ടായിരുന്നു. അവർക്കെല്ലാം
പുതിയൊരു തൊഴിൽ പ്രവേശിക്കാനും ഉള്ള തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത്. ഈ രാശിയിൽപ്പെട്ട ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ധാരാളം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു മാറ്റം, അനുകൂലമായിട്ടുള്ളൊരു മാറ്റം വന്നു ചേരുന്ന ഒരു കാലയളവ് തന്നെയാണ് വരാൻ പോകുന്നത്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കർക്കിടകത്തിലേക്കുള്ള വ്യാഴമാറ്റം മൂലം മിഥുനൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. കർക്കിടകത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കർക്കിടകൻ രാശി തന്നെയാണ്. പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം 12-ൽ വ്യാഴം നിന്നുകൊണ്ട് കാര്യതടസ്സങ്ങൾ, മനപ്രയാസങ്ങൾ, ബന്ധുജന വിരോധങ്ങൾ, തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം വന്നു ചേരും. പൊതുവെ ജന്മത്തിലേക്ക് വ്യാഴം വന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടങ്ങളില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഉച്ചരാശി ജന്മത്തിൽ വ്യാഴം വരുന്നതോടുകൂടി ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന എന്തെല്ലാം പ്രയാസങ്ങളാണോ, ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിരുന്നു, തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ, പിന്നെ കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടാനും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ്. കൂടാതെ ഇവർക്ക് അംഗീകാരങ്ങൾ വന്നു ചേരും. ഏത് മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ഇപ്പോഴുള്ള ഇവരുടെ സമയം വെച്ച് എന്തൊക്കെ ചെയ്താലും അതിൽ നിന്നൊരു നേട്ടമോ അല്ലെങ്കിൽ അംഗീകാരമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലയളവാണ്. അതെല്ലാം മാറി അംഗീകാരവും സാമ്പത്തിക നേട്ടം, ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നതാണ്. ഈ രാശിയിൽപ്പെട്ട ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർ നേരിട്ടുകൊണ്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അവഗണനകളെല്ലാം മാറി ബിസിനസ് രംഗം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അവരുടെ തടസ്സങ്ങളെല്ലാം മാറി സമാധാനവും സന്തോഷവും ഐശ്വര്യവും കീർത്തിയുമെല്ലാം വന്നു ചേരുന്നതും ആയിരിക്കും. കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കന്നി രാശിയാണ്. കന്നി രാശിയിൽ വരുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി, 7-ൽ ശനി നിൽക്കുന്ന കാലമായിരുന്നു. 10-ൽ വ്യാഴവും ഒക്കെ സഞ്ചരിക്കുന്ന കാലമായിരുന്നു. കണ്ടകശനി നിന്നതുകൊണ്ട് തന്നെ കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ധാരാളം പ്രയാസങ്ങൾ ഈ രാശിക്കാർ നേരിട്ട് വരികയായിരുന്നു. ദമ്പതിമാർ തമ്മിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 11-ാം ഭാവത്തിൽ അഥവാ സർവാഭീഷ്ട സ്ഥാനത്തേക്ക് വന്നു ചേരുകയാണ് ഉച്ചസ്ഥനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണോ അനുഭവിച്ചു കൊണ്ടിരുന്നത്, അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്ന കാലയളവാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. സർവാഭീഷ്ട സ്ഥാനമാണ് 11. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിയും. പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് കരുതിയിരുന്ന പണം കൈവശം വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് നിർത്തി എന്നുള്ളൊരവസ്ഥയിൽ, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നൊരു സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും, തിരഞ്ഞെടുപ്പിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വിജയവും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. കർക്കിടകൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിയിൽ വരുന്നത്
വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 8-ൽ സഞ്ചരിക്കുന്ന കാലയളവായിരുന്നു. 8-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പലതരത്തിലുള്ള പ്രതിസന്ധികളും ബന്ധുജന വിരോധങ്ങളുമൊക്കെ അനുഭവിച്ചു വരികയായിരുന്നു. ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഗ്രഹചാരം സംഭവ്യമാവുന്നത് ഭാഗ്യസ്ഥാനമായ 9-ലാണ്. 9-ൽ ഉച്ചസ്ഥനായിട്ട് വ്യാഴം വരുന്നതോടുകൂടി ഇവർ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണോ നേരിട്ടുകൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നത് ആയിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് വളരെയേറെ മാറ്റങ്ങൾ, അതായത് തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറി സമാധാനപരമായിട്ടുള്ളൊരു തൊഴിൽ അന്തരീക്ഷവും സാമ്പത്തിക നേട്ടങ്ങളും ഉദ്യോഗത്തിൽ പ്രമോഷനും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ, അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന കാലയളവാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മകരൻ രാശിയാണ്. മകരൻ രാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 6-ൽ സഞ്ചരിക്കുന്ന കാലയളവായിരുന്നു. 6-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ കാലയളവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, കാര്യതടസ്സങ്ങൾ, മനക്ലേശങ്ങൾ തുടങ്ങിയ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ രാശിക്കാർക്കുണ്ടായിരുന്നു. ഇപ്പോൾ വ്യാഴം ജൂൺ 2 മുതൽ 7-ലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. അപ്പോൾ 7-ലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും കുടുംബസുഖവും ദാമ്പത്യ സുഖവും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാശിക്കാരെ അലട്ടിക്കൊണ്ടിരുന്നു, അത് മാറിക്കിട്ടുന്നതാണ്. ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു, ദമ്പതിമാർ തമ്മിലുള്ള അകൽച്ചയൊക്കെ മാറി സംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ പ്രാപ്തമാകുന്നതാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങൾ നടന്നു കിട്ടുന്നൊരു സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കും വളരെ നല്ലൊരു കാലയളവാണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരം മൂലം സംഭവ്യമാകുന്നത്. ഈ രാശിക്കാർക്ക്, അതായത് മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒടുവിലത്തെ രാശി മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിക്കാലം ആണ്. വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, തൊഴിൽ നഷ്ടപ്പെടുന്നൊരു അവസ്ഥ, ബിസിനസ്സിൽ പരാജയപ്പെട്ടിരിക്കുന്നൊരവസ്ഥ. അങ്ങനെയുള്ള ഈ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അവരുടെ 5-ാം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് കർക്കിടകത്തിൽ വരികയാണ്. ഇത് ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മാനസികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഈ രാശിക്കാർ മോചിതരാകുമെന്ന് മാത്രമല്ല, സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം വന്നു ചേരുന്ന കാലയളവാണ്. സന്താന ഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ്. സന്താനമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഉന്നതമായിട്ടുള്ള പഠനത്തിനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വിവാഹം നടക്കാനൊക്കെ സാധ്യതയുള്ള വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ബിസിനസ് രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാലയളവാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ധാരാളം അവഗണനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം മാറി അവർക്ക് അംഗീകാരവും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന കാലയളവാണ്. മീനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2026 ജൂൺ 2 സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം
കർക്കിടകൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. കർക്കിടകൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹചാരം മൂലം 7 രാശിക്കാർക്ക് വന്നു ചേരുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.